ദെൻ പറയുവാണെന്നുണ്ടെങ്കിൽ ആൻ്റണി വർഗീസ് പെപ്പെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഇൻസ്പയറിങ് ആണ്. ദെൻ ബട്ട് ബാക്കിയുള്ള പടങ്ങളിൽ കിട്ടുന്ന ഒരു സ്വാഗ് അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ, ഒരു മെയിൻ ലീഡ് ക്യാരക്ടറുമായിട്ട് കണക്റ്റ് ആയാലേ പടം മുമ്പോട്ട് പോവുള്ളൂ, നമ്മൾ കൂടെ സഞ്ചരിക്കുകയുള്ളൂ. ബട്ട് ഇതിൻ്റെ അകത്ത് ഫാക്ടർ മിസ്സിങ് ആയിരുന്നു. മേ ബി ആ ഒരു വേൾഡ് സെറ്റപ്പിൽ വന്ന ഒരു കുഴപ്പമായിട്ട് തോന്നുന്നു എനിക്ക്. തുടക്കത്തിൽ തന്നെ ഇന്നായില്ല. ഞാൻ കുറേ വെയിറ്റ് ചെയ്തു, ഇന്നാവും. മാക്സിമം ഞാൻ ഇന്നാകാൻ ശ്രമിച്ചു. ബട്ട് ഒരു പോയിന്റിലും അത് നടന്നില്ല. കുറേ ഇമോഷണൽ സീക്വൻസുകളും ഉണ്ടായിരുന്നു പടത്തിൽ. ബട്ട് അതും ഇമോഷണലായിട്ട് ഫീൽ ആയില്ല. ദെൻ ഡയറക്ഷൻ സൈഡും ഓക്കെ ആയിരുന്നു. ദെൻ ഇതിൻ്റെ അകത്ത് കുറേ അധികം ആക്ടേഴ്സ് ഉണ്ട് പല ഇൻഡസ്ട്രിയിൽ നിന്നും. ദെൻ മെയിൻലി നമുക്ക് സിമിലാരിറ്റി തോന്നുന്നൊരു പടം പുഷ്പ ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ കാസ്റ്റിങ്ങും അത്രയും സിമിലർ ആയിട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ദെൻ സുനിൽ എന്ന് പറയുന്ന ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മളിലേക്കും ഭയങ്കര റീച്ച് ഉണ്ടാക്കിയൊരു പടമാണ് പുഷ്പ എന്ന് പറയുന്നത്. അതേ സെയിം ക്യാരക്ടറൈസേഷനൊക്കെ ആണെങ്കിലും സിമിലർ, കുറേ പരിപാടികളൊക്കെ സിമിലർ ആയിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നി. എന്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് പരിപാടികളിൽ എന്നെനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് പെപ്പെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ദെൻ ടോട്ടലി പടം വർക്കായോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കങ്ങ് വർക്കായില്ല എനിക്ക് പേഴ്സണലി. എന്നാലങ്ങ് വേസ്റ്റ് പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, അങ്ങനെയും പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നിയൊരു പ്രശ്നം, ഒന്ന് ഈ കണക്ഷൻ, നമുക്കൊരു കണക്ഷൻ തോന്നുന്നില്ല അതിൻ്റെ അകത്ത് ക്യാരക്ടറുമായിട്ടും വില്ലനുമായിട്ടും ഒരു ഇമോഷണൽ മൊമെൻറ്റിനും. ദെൻ കഥ മുമ്പോട്ട് പോകുന്നില്ല. ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് കഥ സ്റ്റക്കാണ്. അവിടെ നിന്ന് വലിയ കുറച്ച് ഇവൻറ്റ്സ് സംഭവിക്കുന്നതല്ലാതെ പിന്നെ മുമ്പോട്ട് എന്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിലേക്ക് എനിക്ക് തോന്നിയില്ല. ദെൻ എനിക്ക് ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നിയത് ആദ്യത്തെ ക്രെഡിറ്റ് സീൻ. കുറേ ഒരു ഇല്ലുസ്ട്രേഷൻ അനിമേഷൻ വർക്കുണ്ട്. അവർ ആണോ എന്ന് എനിക്കറിയില്ല. ദെൻ ആണെങ്കിൽ അത് നൈസായിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. അൾട്ടിമേറ്റ്ലി ഒരു ബിലോ ആവറേജ് അനുഭവമായിരുന്നു കാട്ടാളൻ. പിന്നെ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഞാൻ സംസാരിച്ച് ഇനി മേ ബി എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് പോയി താല്പര്യമുള്ളവർക്ക് കാണാം. അത്രയ്ക്കൊരു വേസ്റ്റായിട്ടുള്ള ഇരുത്തി കൊന്നു കളയുന്നൊരു പടമാണെന്ന് എനിക്ക് തോന്നിയില്ല. ദെൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രെയിലേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു 2-2.5 മണിക്കൂർ സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ യെസ്, യു ക്യാൻ ഗോ. ഒരു വീഡിയോ കാണാം. ബൈ.